എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. ന്യൂ ഇയർ സർവീസ് 2025. ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 661 6666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസം കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്നും കേൾക്കുന്നത്. നമ്മൾ ദൈവത്തിന് സ്പെഷ്യലാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നും കൂടെ പറയുന്നു, അവൻ നിങ്ങളെ ആദ്യ ഫലമായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. ആദ്യ ഫലത്തിനുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? അവന് നിങ്ങൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് അവൻ നിങ്ങളെ ആദ്യമേ തന്നെ മറ്റുള്ളവർക്ക് മുൻപേ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. നീ അതുകൊണ്ട് മറ്റുള്ളവരെ പോലെയല്ല, അവരിൽ നിന്നും വ്യത്യസ്തനാണ്. നമ്മളെ ദൈവം കാണുന്നത് സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങളോടെയോ അല്ലെങ്കിൽ സ്വഭാവത്തോടെയോ അല്ല, അവരിൽ നിന്നും ശ്രേഷ്ഠമായി അവൻ നമ്മളെ കാണുന്നത് കൊണ്ട് അവൻ നമ്മളെ നേരത്തെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, നീ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, നീ ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഓരോ വാക്കുകളും നിന്നിൽ അത് ബലമുളവാക്കട്ടെ. നിന്നിൽ അത് ദൈവിക അനുഭവങ്ങളെ വർദ്ധിപ്പിക്കുവാനിടയാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. നമ്മുടെ പറ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്.
ഞാൻ പ്രത്യേകതയുള്ള ആളാണ്. ഞാൻ പ്രത്യേകതയുള്ള ആളാണ്. ഒന്നും കൂടെ കൈയടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രത്യേകതയുള്ള ആളാണ്. ഞാൻ പ്രത്യേകതയുള്ള ആളാണ്. കുറച്ചും കൂടെ കയറി പറയട്ടെ. ഈ യാക്കോബ് ലേഖനം എഴുതുമ്പോ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ ദൈവത്തിന്റെ ആദ്യ ഫലമാണെന്ന്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു കൊയ്ത്തിൽ ആദ്യം ഉണ്ടാകുന്ന കതിരുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ബെസ്റ്റ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് ഇരിക്കുന്നതല്ല. ഒന്ന് കരമുയർത്തി പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ്. പറ, ഒന്നും കൂടെ പറ, ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ്. ഒപ്പം എത്തിയോ? ഞാൻ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം എന്നെ തെരഞ്ഞെടുത്തു, ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യലാണ്, ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റ് ആണ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാ പിശാച് എപ്പോഴും നിങ്ങളോട് പറയുക, നിങ്ങളൊന്നുമല്ല, നിനക്കൊരു പ്രത്യേകതയില്ല, നീ ആ തോമാച്ചന്റെ മോൻ തന്നെ, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോത്തേ ഉള്ളൂ, നീ ഉയരത്തില്ല, നീ ഇങ്ങനെ തകർന്നു പോത്തേ ഉള്ളൂ. അതല്ലല്ല, അവന്റെ ശബ്ദമാ. എന്റെ ദൈവം പറയുക, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക, നീ ഒരു സ്പെഷ്യലാണ്, നീ ഒരു ബെസ്റ്റ് ആണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിന് നീ ഏറ്റവും നല്ലതാണ്. ഒന്നുറക്കെ പറ, നീ ദൈവത്തിന് ഏറ്റവും നല്ലതാണ്. എങ്കിൽ എന്നോടൊപ്പം ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളതാണ്, ഞാൻ ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവില് യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയണേക്കാളും അപ്പുറത്തോട്ട് നിന്നിട്ട് ഞാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ, പിന്നെ എങ്ങനെയാ പിശാച് നിന്നെ കയറി ഭരിക്കുന്നേ? ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യലാണ്, എങ്ങനെയാ പിശാച് നിന്നെ തന്തു കൊട്ടുന്നേ? ഒന്നും കൂടെ കരവുയർത്തി പറഞ്ഞേ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്, ഞാൻ ദൈവത്തിന് ഏറ്റവും വിശേഷതയേറിയതാണ്, ഞാൻ വിലപ്പെട്ടതാണ്, വിശേഷതയുള്ളതാണ്, ദൈവത്തിന് ഏറ്റവും നല്ലതാണ് ഞാൻ. സഹോദരങ്ങളെ, ഞാനൊരു പ്രസംഗം പറയുമല്ല. ഞാൻ ദുബായിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇന്നത്തെ മെസ്സേജ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിയുടെ മുഖത്ത് നോക്കി, അത് പുള്ളി എന്നെ വല്ലാതെ നോക്കുക. ഞാൻ പറഞ്ഞു, പ്രസംഗമല്ലേ കൊള്ളാവുന്നത്, നിനക്കത് കൊള്ളാവുന്നതാണോ? കൊള്ളാം, നല്ലതാ ബ്രദറെ. ഞാൻ പറഞ്ഞു, എന്നാണോ ഇതുപോലെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അന്ന് ഇത് പ്രയോജനപ്പെടാൻ തുടങ്ങും. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഒന്നുകൂടെ പറ, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാൻ ദൈവത്താൽ വിശേഷതയുള്ളയാളാണ്. ഞാൻ ദൈവത്തിന് ഏറ്റവും നല്ലതാ. ഞാൻ ദൈവത്തിന് ഏറ്റവും നല്ലതാ. കൈകളടിച്ചത് പറ, ഞാൻ ദൈവത്തിന് ഏറ്റവും നല്ലതാ. ഇനി ഞാൻ പറയുന്ന കാര്യം മറന്നുപോകരുത്. ദൈവത്തിന് ഏറ്റവും നല്ലതായതുകൊണ്ടാ ദൈവം എന്ത് ചെയ്തത്? അവന്റേത് മാത്രമാകുന്ന ആത്മാവിനെ എന്റെ അകത്ത് വെച്ചത്. അതിനെ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം പറഞ്ഞത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റ്, വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് എക്സലന്റ് സ്പിരിറ്റ്. അപ്പൊ എന്റെ ഉള്ളില് ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന് വിശേഷതയുള്ളവനായി, ദൈവത്തിന് ഏറ്റവും നല്ലതായി എന്നതുകൊണ്ട് ദൈവം എനിക്ക് എക്സ്ട്രാ ഓർഡിനറി സ്പിരിറ്റിനെ തന്നത്, എക്സലന്റ് സ്പിരിറ്റിനെ തന്നത്. നമ്മുടെ അകത്ത് നമ്മളൊന്നുമല്ല എന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്ക് റൂൾ ചെയ്യാനായി പറ്റത്തില്ല, വാഴാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ആണെന്ന് തോന്നിയാൽ, എനിക്കൊരു പൊസിഷൻ ഉണ്ടെന്ന് തോന്നിയാലേ എനിക്ക് വാഴാൻ പറ്റത്തുള്ളൂ. വാഴുന്ന മനോഭാവം പൊസിഷനിൽ ഉറപ്പുള്ള മനോഭാവമാണ്. അത് വിശദീകരിക്കാൻ കുറച്ച് നേരം വേണം. ചിലർക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷേ യൗവനക്കാരെങ്കിലും ഇത് ഞാൻ പറയുന്നത് ക്യാച്ച് ചെയ്യണം.
ഒരു നല്ല ആമീൻ പറഞ്ഞേ. ആമേൻ. പൊസിഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് വാഴാൻ കഴിയത്തില്ല. ഞാൻ ആരാന്നറിയാത്ത ഒരാളെ എവിടെ വാഴാനാ? എന്റെ പൊസിഷൻ എന്താന്ന് അറിയാത്ത ഒരാളെ എവിടെ വാഴാനാ? പക്ഷെ തന്റെ പൊസിഷൻ അറിയുന്ന ഒരാൾക്ക് ആ സ്ഥലത്ത് വാഴാനായി കഴിയും. ആമേൻ. Yes. Hallelujah. ദൈവമക്കൾക്ക് തങ്ങൾ ആരാന്നറിയത്തില്ല, തന്റെ പൊസിഷൻ ആരാന്നറിയത്തില്ല. അതുകൊണ്ടാണ് പിശാച് നിങ്ങളെ നിരങ്ങുന്നത്. നിങ്ങൾ എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത്, അന്ന് മുതൽ പുള്ളി സെല്യൂട്ട് ചെയ്യാനായി തുടങ്ങും. Amen. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാനൊരു വാചകം പറയട്ടെ. ആരോ ഒരാളിനോട് ഇങ്ങനെ ചോദിച്ചു, ജോൺ ദാൻ ബ്രദറിന്റെ ചർച്ചില് എല്ലാ ദിവസവും പുതിയ ആളുകൾ എന്താ വരുന്നേ? പറയട്ടെ മറുപടി. സൗത്ത് ആഫ്രിക്ക ചെന്നു, എന്നെ പരിചയമില്ലാത്ത സ്ഥലമാ, ഒരു പുതിയ സ്ഥലത്ത് ക്രൂസൈഡ് വെച്ചിരിക്കുക. അവിടുത്തെ പാസ്റ്ററിന് തന്നെ അതിശയം, നിങ്ങൾ ചെയ്ത പരസ്യത്തിന്റെ ഫലമല്ല ഇത്, എവിടെ നിന്നൊക്കെയാണോ ആളുകൾ വരുന്നതൊരു പിടിയില്ല. പുതിയ ആളുകളാണ് വരുന്നത്, വിജാതീയരായ ആളുകളാണ്, യേശുവിനെ അറിയാത്തവരാ വരുന്നേ. ഞാൻ അയാളുടെ രഹസ്യം പറഞ്ഞു. പറയട്ടെ, ദൈവത്തിനൊരു കാര്യം അറിയാം, ഞാൻ ജോൺ ദാരുവിന്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. Yes. ഞാൻ അവിടേക്ക് അവന്റെ അടുക്കലേക്ക് ആളെ വിട്ടാൽ അവൻ അത് ചെയ്തെടുക്കും. Hallelujah. യേശുവേ. നിങ്ങളൊന്നും കൊള്ളത്തില്ല, നിങ്ങളുടെ അടുക്കലേക്ക് ആരെയും വിടത്തില്ല, നിങ്ങൾ കൊള്ളത്തില്ല. ആരങ്ങനെ പറഞ്ഞേ? ഒന്ന് കൈ തന്നെ. ഇതുവരെ പ്രിൻസിന് ഉമ്മ കൊടുത്തിട്ടില്ല. വാ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ. ഇങ്ങനെ ആരെങ്കിലും പറയുമെന്നാ ഞാൻ വിചാരിച്ചേ. കണ്ടോ, എന്നിട്ട് മിണ്ടണില്ല. കണ്ടോ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങളുടെ അടുത്തേക്ക് ആരെയും വിടാൻ ചാൻസ് ഇല്ല. എന്റെ ദൈവമേ, കുനിച്ചീർത്തി ഇടിയേറി ഞാൻ. പറ, ആർക്ക് കൊള്ളാം? പെണ്ണുപിള്ളയ്ക്കോ? പറ, ആർക്ക് കൊള്ളാം? ഞാൻ ദൈവത്തിന് കൊള്ളാകുന്നവനാണെന്നതുകൊണ്ട് ദൈവം എന്റെ അടുക്കലേക്ക് ആളെ അയക്കും. ഞാൻ പോകുന്നിടത്തേക്ക് ആള് വരും. ദൈവം എന്നിൽ ചിലത് കണ്ടിട്ടുണ്ടോ? പറ, ദൈവം എന്നിൽ ചിലത് കണ്ടിട്ടുണ്ട്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും പുതിയ ആത്മാക്കൾ വരും. കാരണം എന്നിൽ ചിലത് വെച്ചിട്ടുള്ളത് ദൈവത്തിന് അറിയാം, എനിക്കും അറിയാം. കണ്ടോ, ഇങ്ങനെ മലയാളി പറയത്തില്ല. മലയാളിക്ക് ഇത് പറയുന്ന അഹങ്കാരമാ, പക്ഷെ ദൈവത്തിന് ഇത് പറയുന്ന അഭിമാനമാ. ഇത് അഹങ്കാരമല്ല, നിന്റെ അഭിമാനമാകണം. എന്റെ ദൈവം എന്നിൽ ചിലത് വെച്ചിട്ടുണ്ടോ? ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുക, അത് അഭിമാനമാകണം. കൈയടിച്ചൊരു ആമേൻ പറ. എന്റെ അകത്ത് ഈ ചിത്രം കേറുമ്പോഴാ ഞാൻ വാഴാൻ തുടങ്ങുന്നേ. പൊസിഷൻ അറിയാത്തവൻ എവിടെ വാഴാനാ? പൊസിഷൻ ഇല്ലാത്തവൻ എവിടെ റൂൾ ചെയ്യാനാ? റൂളർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റൂൾ 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 തീരുമാനിക്കുന്നവനെന്നാ. അതാണ് റൂളർ. നിയമങ്ങളെ ചെയ്യുന്നവൻ, കൈകാര്യം ചെയ്യുന്നവൻ, അതാണ് റൂളർ. എനിക്ക് റൂൾ ചെയ്യാൻ ഒരു ഡൊമീൻ ഇല്ല എങ്കിൽ, റൂൾ ചെയ്യാൻ ഒരു ഇടയില്ല എങ്കിൽ ഞാനിങ്ങനെ റൂൾ ചെയ്യുന്നേ? ഞാൻ ആരാന്ന് അറിഞ്ഞാലേ, എവിടാണ് എന്റെ പൊസിഷൻ എന്ന് അറിഞ്ഞാലേ, എന്തിനാ ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞാലേ ഞാൻ വാഴാനായി തുടങ്ങത്തുള്ളൂ. അവിടെയാ വിജയമുള്ളതാ. You are called to reign. നീ വാഴാൻ വിളിക്കപ്പെട്ടതാ. നീ വാഴാൻ വിളിക്കപ്പെട്ടതാ. ഞാൻ വാഴാൻ വിളിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ ഏത് മേഖലയിലാ വാഴേണ്ടത്, അതിനാണ് എന്നെ ആക്കിയിരിക്കുന്നത് എന്ന് അറിയുമ്പോഴാ അത്ഭുതം ആരംഭിക്കുന്നത്. ഞാൻ രോഗങ്ങളോട് പറഞ്ഞാൽ അത് കേൾക്കും. എങ്ങനെയാ? എന്നെ അവിടെ വെച്ചിരിക്കുക ദൈവം. ഞാൻ ഭൂതങ്ങളോട് പറഞ്ഞാൽ അത് കേൾക്കും. കാരണം എന്നെ ദൈവം അവിടെ വെച്ചിരിക്കുക. ദൈവമേ, വല്ലതും തരണേ. നടത്തത്തില്ല. ഞാൻ അവിടെ നിൽക്കുന്നത് അത് ചെയ്യാനാ. ദൈവം ചെയ്യും. നിന്നെ അതിനായി ഉപയോഗിക്കും. കാരണം റൂൾ ചെയ്യുന്നത് ആ പൊസിഷനിൽ ഉറപ്പുള്ളവനാ. പൊസിഷനിൽ ഉറപ്പില്ലാത്തവൻ വാഴത്തില്ല. പൊസിഷൻ അറിയാത്തവൻ വാഴത്തില്ല. ഒന്ന് പറഞ്ഞേ, പൊസിഷൻ അറിയാത്തവൻ വാഴത്തില്ല. പൊസിഷനിൽ ഉറപ്പില്ലാത്തവൻ
ഉറപ്പില്ലാത്തവൻ വാഴത്തില്ല. വാഴത്തില്ല. പൊസിഷൻ അറിയാത്തവൻ അറിയാത്തവൻ വാഴത്തില്ല. വാഴത്തില്ല. നിങ്ങൾ ഓഫീസിലെ ജോലി ചെയ്യുന്നയാളാണ് എങ്കിൽ ആ ഓഫീസിലെ പൊസിഷൻ അറിയാതെ നിങ്ങൾ എങ്ങനെയാ വാഴുന്നത്? ഒരു പോലീസുകാരൻ, അയാൾക്ക് പോലീസുകാരനാണോ ക്ലാർക്കാണോ എന്തുവാ അടുത്ത പൊസിഷൻ ഉള്ളത്? SI താഴെ എന്തുവാ? ASI ആണോ SI ആണോ അതോ സർക്കിൾ ആണോ എന്ന് അറിയത്തില്ല എന്ന് ചിന്തിച്ചു നോക്ക്. അയാൾ ഏത് കസാരയിൽ പോയിരിക്കും? അതാ നിന്റെ സ്ഥിതി. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിർത്തുക. ആലോചിച്ചോക്കിനെ, പോലീസുകാരനാണെന്നോ ഏതാ പോലീസെന്നോ ഏതാ പൊസിഷൻ അറിയാതിരുന്നെങ്കിൽ പുള്ളി അവിടെ കിടന്ന് നടക്കത്തേ ഉള്ളൂ. കള്ളനോട് പറയാനൊരു ധൈര്യം കാണത്തില്ല. പോലീസുകാരോട് പറയാൻ ASI ആണെങ്കിൽ അവൾ പറയും, ഇനി എൻ്റെ കീഴിലാണ് പോലീസുകാരെ. SI ആണെങ്കിൽ പറയും, ഈ ASIയും പോലീസുകാരും എൻ്റെ കീഴില്ല. സർക്കിൾ ആണെങ്കിൽ പറയും, ഇവരല്ല എൻ്റെ കീഴില്ല. DSP ആണെങ്കിൽ ഇവരല്ല എൻ്റെ. നിന്റെ പൊസിഷനാ നിന്റെ റൂളിംഗ് തീരുമാനിക്കുന്നത്. നിന്റെ പൊസിഷനെ കുറിച്ചുള്ള അറിവാ നിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പൊസിഷൻ അറിയത്തില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. പൊസിഷൻ അറിയുന്നതനുസരിച്ച് ഭരണം കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് പറഞ്ഞേ, പൊസിഷൻ അറിയത്തില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. പറ, പൊസിഷൻ അറിയത്തില്ലെങ്കിൽ ഭരിക്കാൻ പറ്റത്തില്ല. പൊസിഷൻ അറിയാമെങ്കിൽ ഭരണത്തിന്റെ അധികാരം കൂടിക്കൊണ്ടിരിക്കും. അടുത്തിരിക്കുന്നവരോട് ചോദിച്ച പൊസിഷൻ അറിയാവോ? പൊസിഷൻ അറിയാമോ? വേറെ ആളോട് യാചകനോ രാജാവോ ചോദിക്കേ. രാജാവോ ചോദിച്ചോ? രണ്ടുപേര് പുറകെ ഇരിക്കുന്നവരോട് ചോദിച്ചു. ചിലരുന്ന് ഉറങ്ങുന്നുണ്ട്. എപ്പോഴാണോ ഈ നടുവേനിക്ക് പ്രാർത്ഥിക്കുന്നത്? യാചകനോ രാജാവോ ചോദിച്ചേ. യാചകനോ രാജാവോ. മറുപടി എന്താ പറഞ്ഞേ? എല്ലാറ്റിനും തലയാട്ടിയില്ലേ ആ പുള്ളി. അതിന്റെ അർത്ഥം പുള്ളിക്ക് ഇതുവരെ അറിയത്തില്ല ആരാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കേ, യാചകനോ രാജാവോ ചോദിക്കേ. യാചകനോ രാജാവോ. പുള്ളി എന്താ ചെയ്തേ? തലയാട്ടിയല്ലേ ചെയ്തോളൂ, ചിരിച്ചോണ്ട് തലയാട്ടി. അതിന്റെ അർത്ഥം പുള്ളിക്ക് ആരാന്ന് ഇപ്പോഴും അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞോ ഞാൻ രാജാവെന്ന്? ആരെങ്കിലും പറഞ്ഞോ? ഒന്നും കൂടെ ചോദിക്കാം. അടുത്തിരിക്കുന്ന വേറെ ആളോട് ചോദിക്കുക, യാചകനോ രാജാവോ? ഒരാള് മുഖത്ത് നോക്കിയിട്ട് പറ, എന്റെ പൊസിഷൻ രാജകീയ പൊസിഷനാ. രാജകീയ പുരോഹിത വർഗം. I am the king. I am the king. I am the king. Come on, come on. കൈ അടിച്ചുകൊണ്ട് പറ, I am the king. I am the king. ഒരാളോട് കൂടെ ചോദിച്ചേ, ഇവനോട് കൈ കീബോർഡ് വായിക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് കൊടുത്ത് ചോദിച്ചേ, യാചകനോ രാജാവോ? എല്ലാം കേട്ടിട്ടോന്ന് അറിയാനോ? എന്തരടെ പറയുന്നത് തന്നെ കണ്ടോ? കറക്റ്റ് സാധനം വന്നോ? ഓ, രാജാവോ യാചകനോ? രാജാവ് തന്നെ. ഓ, നമ്മുടെ അകത്ത് നമ്മൾ ആരാന്ന് പൊസിഷൻ അറിയാത്ത ഒരു വിശ്വാസിയാ ഇന്ന് 90%. അതുകൊണ്ടാ വല്ലതും തരണേ എന്ന് പറയുന്നേ. ഞാൻ ആരാന്ന് മനസ്സിലായാൽ ആ സാഹചര്യത്തെ അയാൾ വാഴാൻ തുടങ്ങും. ആദ്യഫലം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റാണ്. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നീ ഏറ്റവും ബെസ്റ്റാണ്. ദൈവത്തിന് നീ ഏറ്റവും നല്ലതാണ്, നീ സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ ആദ്യം തിരഞ്ഞെടുത്തത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിൻ്റെ പേര് മിനി. അരൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് 1 വർഷത്തിലേറെയായിട്ട് ചെവിക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അതുമൂലം ചെവിയിൽ വേദനയും പഴുപ്പും വരുമായിരുന്നു. സിസ്റ്റർ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ചെവിയുടെ ഉള്ളിൽ ചെറിയൊരു ഹോളുണ്ട്, അതുമൂലമാണ് അങ്ങനെ വരുന്നത്. മരുന്നുകൾ കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. എന്നാൽ സിസ്റ്റർ ധാരാളം മരുന്ന് കഴിച്ചിട്ടും ചെവിയുടെ കംപ്ലൈൻറ്റ് മാറിയില്ല. കഴിഞ്ഞ ജൂലൈ മാസത്തെ ടൗൺ ഹാൾ മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പോൾ ബ്രദർ അങ്ങോട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ചെവി സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയി. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ പിന്നെയും വേദന വന്നു.
ഈ സിസ്റ്റർ പറയുന്നത് ചെവിയിൽ എന്തോ ഭാരം ഇരിക്കുന്നത് പോലെ തോന്നി. സിസ്റ്റർ പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ പാട്ടുകൾ പാടി കിടന്നുറങ്ങി. സ്വപ്നത്തിൽ ഈ സിസ്റ്റർ ഒരു മെഷീനിൽ നിന്ന് കറുത്ത അഴുക്കുകൾ പുറത്തു പോകുന്നത് പോലെ ഒരു വിഷൻ കണ്ടു. അപ്പോൾ ഈ സിസ്റ്റർ ദൈവത്തോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സിസ്റ്ററിനെ ചെവിയുടെ ഭാഗം കാണിച്ചു കൊടുത്തു. സിസ്റ്റർ പറയുന്നത് ആ നിമിഷം മുതൽ പഴുപ്പും വേദനയും മാറിപ്പോയെന്നാണ്. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് റീന. ആന്റി പറയുന്നത് ആന്റിക്ക് 10 വർഷമായിട്ടുള്ള ശ്വാസമുട്ടലായിരുന്നു. തുണി പോലും അലക്കാൻ പറ്റില്ല. ഹസ്ബൻഡാണ് അലക്കി കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കോട്ടയം മീറ്റിങ്ങിന് കടന്നു വന്നു. ബ്രദർ അന്ന് ദൂത് പറഞ്ഞു. ആന്റിയുടെ നെഞ്ചത്തോട് ചേർന്നിരുന്ന ഭാഗത്ത് നോക്കി ബ്രദർ ദൂത് പറഞ്ഞു. ആ നിമിഷം മുതൽ ആന്റിയുടെ ശ്വാസമുട്ടല് പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. എത്ര കൊല്ലമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു? 10 വർഷത്തോളമായിരുന്നു. 10 വർഷമായി. എവിടെ വീട്? എവിടെയോ കോട്ടയം. കോട്ടയത്തും കൂടി അടിയതാ. ഞാൻ കോട്ടയം തിരുവല്ലയും കുറച്ച് നാളായിട്ട് മീറ്റിംഗ് വെക്കുന്നില്ല. ഇനി എല്ലാ മാസം ചെയ്തു തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, പറ. നടക്കത്തില്ല. നടക്കുമ്പോൾ ശ്വാസം മുട്ടും. ഞാൻ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളും. ഷെയർ കേസ് കയറത്തില്ല. അങ്ങനെ അന്നേരം ആ ബ്രദർ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു ലങ്സിന് പ്രശ്നമുണ്ട്, നിനക്കറിയാവും ചോദിച്ചു. ഞാൻ പക്ഷെ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. ശ്വാസം മുട്ടലായിരുന്നു. പക്ഷെ HP കുറയുന്നെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള ഗുളിക കഴിക്കുക, അങ്ങനെയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. അന്ന് കണ്ടീഷനായി. നടക്കാം, ഇരിക്കാം, തുണി കഴുകാം. അടിപൊളി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് സുലോചന എന്നാണ്. ആര്യനാട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 6 വർഷമായി നമ്മുടെ സഭയിൽ വരുന്നു. പക്ഷെ അതിനു മുമ്പ് സിസ്റ്ററിൻ്റെ വീട് ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് കിടന്നത്. പൈശാചിക ബന്ധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും പാമ്പായിരുന്നു. കിണറ്റിലും മുറികളിലും ചുറ്റുപാടും എല്ലാം പാമ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കയറിയാൽ ഒരു സ്വസ്ഥതയുമില്ല. എല്ലാ സാമ്പത്തിക സ്രോതസ്സും അടഞ്ഞുപോയി. എത്ര ലക്ഷങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാലും അപ്പോൾ തന്നെ അത് ഇല്ലാതാകും. പക്ഷെ 6 വർഷത്തിന് മുമ്പ് ശേഷം ബ്രദർ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. സിസ്റ്റർ വീട്ടിൽ പോയപ്പോൾ എല്ലാ തകർച്ചകൾക്കും മാറ്റം വരാൻ തുടങ്ങി. വളരെ ഭംഗിയായിട്ട് ദൈവം ഓരോ കാര്യത്തിനും മാറ്റം വരുത്താൻ തുടങ്ങി. കൊറോണ സമയമായിരുന്നു. സിസ്റ്ററിൻ്റെ മകൾ കൊച്ചുമകളുടെ കല്യാണം വന്നു. പക്ഷെ അത് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വന്നു. കല്യാണം നടക്കൂ എന്തൊന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ബ്രദറിനോട് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞ വളരെ ഭംഗിയായിട്ട് കല്യാണം നടക്കും, ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ കല്യാണത്തിന് 2 ആഴ്ച മുമ്പേ വളരെയധികം പ്രശ്നങ്ങൾ സിസ്റ്ററിൻ്റെ കുടുംബത്തിലുണ്ടായി. കല്യാണം നടക്കില്ല എന്ന് തന്നെ സിസ്റ്റർ വിശ്വസിച്ചു. പക്ഷെ കർത്താവ് ഈ എല്ലാ ബുദ്ധിമുട്ടും മാറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടത്തിക്കൊണ്ടു. സന്തോഷത്തോടെ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22-ന് വൈകുന്നേരം 4:30 മുതൽ സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്കായി നന്ദി പറയാം. ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നത് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് മിറക്കിൾസ് ആർ നോർമൽ എന്ന ഒരു വാക്ക് കർത്താവ് ഏട്ടന് കൊടുക്കാനിടയായത്. അത്ഭുതങ്ങളിൽ എന്നും ജീവിക്കാൻ കഴിയണം, അത് സാധാരണ കാര്യമാകണം. കാരണം സർവശക്തനായ കർത്താവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഓരോ മേഖലയിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിക്കുമ്പോൾ അത് നിനക്കൊരു അത്ഭുതമായി തീരും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും ആ അത്ഭുതത്തിൽ കൊണ്ടുപോകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ ഇവരായിരിക്കുന്ന പ്രയാസങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ കർത്താവെ ഇവരെ അലട്ടുന്നത് എന്താണോ അതിൽ നിന്നും പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരട്ടെ അപ്പാ. പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാവുന്നില്ല, അല്ല മാറാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചിലരെ ദൈവം തൊടുകയാണ്. നീ ഒരു സാധാരണ വ്യക്തിയല്ല, നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. നീ ഒരു സാധാരണ വ്യക്തിയല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നിൽ വസിക്കുന്നത്. നീ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാണ് കർത്താവേ. ഈ കുടുംബങ്ങളിൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. കഴിയുന്നില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ ബലം ചലിക്കട്ടെ അപ്പാ, സാന്നിധ്യം ചലിക്കട്ടെ അപ്പാ, നിറവ് ചലിക്കട്ടെ അപ്പാ. കർത്താവേ, ഇവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരെന്ന് ലോകം കാണുന്ന വിധത്തിൽ ഇവരുടെ ജീവിതവും സ്വഭാവവും ആയിത്തീരട്ടെ അപ്പാ. യേശുവേ, ജീവിതവും സ്വഭാവവും ആയിത്തീരട്ടെ അപ്പാ.
അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ കുടുംബങ്ങളിൽ ചലിക്കുന്ന ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി പറയുന്നു യേശുവേ. കർത്താവേ, ശരീരത്തിൽ എവിടെയോ ആക്സിഡൻറ്റിനെ തുടർന്ന് ഞരമ്പറ്റുപോയിട്ട് ആ ഭാഗത്ത് ബലക്കുറവായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അപ്പോൾ ആ ബലക്കുറവിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചാട്ടെ അപ്പ. ആരോഗ്യത്തെ പകർന്നാട്ടെ അപ്പ, ആരോഗ്യത്തെ പകർന്നാട്ടെ അപ്പ. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ധൈര്യത്തെ കൊടുത്താട്ടെ അപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിലെല്ലാം അവിടുത്തെ കരം ചലിച്ചിരിക്കാൻ സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓരോ ദിവസവും ജീവിക്കാം. ഗോഡ് ബ്ലസ് യു.